ഹായ്, എസ് ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പാർട്ട്ണർ പൊസസീവ് ആണോ എന്നുള്ളത്. ഈ പൊസസീവ്നെസ് നമുക്ക് ഇഷ്ടമല്ലേ? നമ്മുടെ പാർട്ട്ണർ ചെറിയൊരു പൊസസീവ് ആകണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മുഖം കറുപ്പിക്കുന്ന, അല്ലെങ്കിൽ മുഖം വാടുന്ന, അങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കുറച്ചൊക്കെ പൊസസീവ്നെസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആവണം നമ്മളുടെ എന്നുള്ളത് നമ്മൾ വിചാരിക്കാറുണ്ട്. തെറ്റല്ല, എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പൊസസീവ്നെസ്സിന് ഒരു പ്രശ്നമുണ്ട്. തുടക്കമൊക്കെ ഇങ്ങനെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചെറുതായിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഓവറായിട്ട് മാറും. പിന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നീട് അത് ടോക്സിക് ആയിട്ട് മാറും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയും, അതായത് ടോക്സിക് കഴിഞ്ഞ് പിന്നെ തീർന്നു, അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. സോ ചെറിയ രീതിയിൽ പൊസസീവ് ആവുകയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് ഓവർ പൊസസീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവർ പൊസസീവായിട്ട് മാറുന്നുണ്ട്, അതായത് ഒരു ഓവർ പൊസസീവ്നെസ്സിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പൊ അതിനെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൈ മുറിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അവര് സംഭവം ചെയ്യുമെന്നുണ്ടാവില്ല കേട്ടോ, പക്ഷെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതെ വരുന്ന സമയത്ത് നമ്മൾ അത് മീൻസ് അവർ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു സംഭവമാണ് ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. അവരിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പേടിച്ചിട്ട് ആ കാര്യം ചെയ്യൂല. അതായത് എന്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിലും അതിന് ഈ ഒരു ബ്ലാക്ക് മെയിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതായത് അവരെ മരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ പറയുണ്ടാവുക. ചിലപ്പോൾ വേറെ പല രീതിയിലും പറയാം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാര്യം ഞാൻ അവരോട് പറയും, ഇവരോട് പറയും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ കൂടുതലും ഇങ്ങനെ ഒരു മരണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും, അതായത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറയുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പൊസസീവ്നെസ്സിന്റെ ഭാഗമാണ്. നല്ലതല്ല കേട്ടോ, ഒരിക്കലും നല്ലതല്ല. കാരണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വെറുതെ ആയിപ്പോകും. കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ലൈഫ് പിന്നെ മുന്നോട്ട് പോവില്ല എന്നൊരു സംഭവം ഉണ്ടാവില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എത്തും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓവർ പൊസസീവ്നെസ് ആണ് ആൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അത് നല്ലതല്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഫിസിക്കലി ഇമോഷണലിയും എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കാം. അതായത് ഏതൊരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങളെ വേദനിപ്പിക്കാൻ ആൾ ഭയങ്കര തയ്യാറായിരിക്കും, റെഡി ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കര മോശം വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് തെറി പറയുക, അല്ലെങ്കിൽ മോശം വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് മാനസികമായിട്ടുള്ള വേദന ഒരുപാട് തരും എന്നുള്ളതാണ്. ചുമ്മാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമമല്ല ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റു കുറച്ച് ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കും, തല്ലുക, അടിക്കുക, ഇങ്ങനെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതും ഈ പറയുന്ന പോലെ തന്നെ ഓവർ പൊസസീവ്നെസ്സിന്റെ ഭാഗം തന്നെയാണ്. ഒരിക്കലും നല്ലതല്ല. കാരണം വേദനിക്കുന്നത് നമുക്കാണ്, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്കാണ് വേദനിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫ്രീഡം സ്പേസും ഉണ്ടാവില്ല. 100% ഉറപ്പാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയ ഒരു 100 വട്ടം വിളിക്കും. പുറത്തിറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ, 20 കോൾ വന്നിട്ടുണ്ടാവും. എവിടെ എത്തി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹക്കൂടുതലാണെന്നൊന്നും വിചാരിക്കല്ല കേട്ടോ, അങ്ങനെയല്ല. സ്നേഹക്കൂടുതലൊന്നും അല്ലത്. ഇത് അവർക്കൊരു തരം ഒരു എന്താ പറയുക, പോസിറ്റീവ്നെസ് കൂടിയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ലേ, ഒരു സംശയം എന്നുള്ള രീതിയിലേക്കൊക്കെ ആൾ മാറിപ്പോകും എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും എന്തിനായിരിക്കും പോയിട്ടുണ്ടാവുക, ആരുടെ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക, എന്താ ഇത്ര സമയം എടുക്കണേ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ വിളിച്ചിട്ട് എവിടെ എത്തി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. പലർക്കും അനുഭവം ഉണ്ടായിരിക്കും ഈ ഒരു കാര്യം. ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും അടുത്തൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാവും, നമ്മൾ പുറത്തു പോയി എന്നുള്ള ആ ഒരു കാര്യം. ആ രീതിയിലേക്ക് വരെ ആ ഒരു പ്രശ്നം വഷളാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു നമ്മുടെ സ്പേസോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഒന്നും ഇവിടെ നമുക്ക് കിട്ടില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എപ്പോഴും അവർ നമ്മളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കും. അതായത് ചെറിയൊരു സർക്കിൾ അവർ മാത്രം ഉണ്ടാവും നമ്മുടെ ചുറ്റും. അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ നിൽക്കണം. ആ ഒരു സംഭവമാണ് എപ്പോഴും ഉണ്ടാവുക. ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതായത് കമ്പയർ ചെയ്യുക. കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാം. വേറെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇവർ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ അങ്ങനെ അല്ലെങ്കിൽ അവളിനെ കണ്ടോ, അങ്ങനെയാണ്, നിന്നെ എന്തിനാ പറ്റുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അതേപോലെ തന്നെയാണ് കുറ്റപ്പെടുത്തുക. എന്ത് ചെയ്തു കഴിഞ്ഞാലും അയ്യോ ഇതൊക്കെ എന്താണെങ്കിലും നിന്നെക്കൊണ്ട് എന്തിനു പറ്റും എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു കാര്യം അതൊരിക്കലും നല്ലതല്ല. അപ്പൊ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓവർ പൊസസീവ്നെസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറേ പേരിൽ ഇത് കാണാറുണ്ട്.
അപ്പൊ പലർക്കും ഇത് മനസ്സിലാവാറില്ല. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, കുറ്റപ്പെടുത്തുക, കമ്പയർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്, നമ്മളെ ഒന്നിനും പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ല, പൊസസീവ്നെസിന്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ലതാവില്ല എന്നുള്ളതാണ്. ഈ ഒരു ഓവർ പൊസസീവ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കാണാം. അതേപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ പാർട്ട്ണറുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് മാനസികമായി തളർന്നു പോയിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കും. ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള കുറേ പേരുണ്ടായിരിക്കും. ഒരുപാട് വിഷമം ഉണ്ടാവുക, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല ഒന്നും ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ എങ്ങനെയും മാറ്റണം, ബിക്കോസ് ഇത് മാറ്റിയില്ലെങ്കിൽ പറ്റില്ല. നമുക്കിപ്പോൾ ഒന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി പോലും, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അതുപോലും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതൊരിക്കലും നല്ലതാവില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ലൈഫ് ആ ഒരു രീതിയിലേക്ക് വിട്ടു കൊടുക്കരുത്, മാറ്റാൻ വേണ്ടി ശ്രമിച്ചേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വേണം, എനിക്കിതൊക്കെ മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്താണ് പ്രശ്നം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, അതായത് എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഞങ്ങളത് പറഞ്ഞുതരാം, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതും ആ സെയിം നമ്പർ തന്നെയാണ്, അതിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്